ഓണായ ആ ഗൈസ്, അപ്പോ ഇന്നത്തെ ദിവസം എല്ലാവരുടെയും ഒരു ചോദ്യമാണ് നമ്മുടെ കേരളം ആര് ഭരിക്കുന്നുള്ള കാര്യം. ആദ്യം തന്നെ ഞാൻ തുറന്നു പറയാം, കേരളം ആര് ഭരിച്ചാലും ശരി സാധാരണക്കാരെന്നും സാധാരണക്കാർ തന്നെയാണ്. നമ്മളെന്നും നമ്മുടെ പൈസ നമ്മൾ തന്നെ പണിയെടുത്തുണ്ടാക്കണം. അല്ലാണ്ട് ആരും നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് അരി മേടിച്ച് തരികയോ നമ്മുടെ വീട്ടിൽ കുറച്ച് പൈസ കൊണ്ടുവന്ന് തരികയോ ഇല്ല. ഇത് ആദ്യം മനസ്സിലാക്കുക കേട്ടോ. ഇത് മനസ്സിലാക്കാതെയാണ് ഭൂരിപക്ഷ ആൾക്കാരും ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് കുറെ ഭാഗം പ്രശ്നം വരുന്നത്. ഇപ്പൊ ഇലക്ഷൻ ആണെന്നറിയാം, ഇനിയിപ്പോ മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് ഇന്നിപ്പോ റിസൾട്ട് വരും. എന്തൊക്കെയാണ്, ഏത് പാർട്ടി ജയിച്ചു അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് ഇത്ര ശതമാനം വോട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ മിനിറ്റുകൾക്കുള്ളിൽ വരും. പക്ഷേ ഇന്നിപ്പോ ഇലക്ഷൻ ആയിട്ടും പാർട്ടിയിലെ പ്രവർത്തകര് പോലും അറിയാത്ത ചില ആൾക്കാർ, ഇപ്പൊ പാർട്ടിയിൽ മുന്നോക്കം വഹിക്കുന്ന ആൾക്കാരുണ്ടാവും. നമുക്കറിയാം ഏത് പാർട്ടിക്കും അതിൻ്റെതായിട്ടുള്ള മുന്നോക്കം വഹിക്കുന്ന ആളെക്കാളും കൂടുതൽ അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സാധാരണക്കാരാണ് ചില സമയങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങാറുള്ളത്. ഇപ്പൊ നമ്മള് ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയാലോ ഏതെങ്കിലും ഒരു ആൾക്കാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പോയാലോ അവിടെ നമുക്ക് കേൾക്കാൻ പറ്റുന്ന ടോക്ക് എന്താന്ന് വെച്ചാൽ ഇലക്ഷനെ പറ്റിയാണ്. ചില ആൾക്കാർ പറയുന്നു ഇലക്ഷന് വോട്ട് ചെയ്ത ഉടനെ റിസൾട്ട് അറിയാൻ പറ്റും, നമുക്കറിയാം ഇത്ര ശതമാനം വോട്ട് കിട്ടുന്നു അല്ലെങ്കിൽ ഇത്ര ശതമാനം വോട്ട് ഉണ്ട് എന്നൊക്കെ ഇവർക്ക് തന്നെ അറിയാം. വാസ്തവത്തിൽ അവിടെ ആരും ഒന്നും സംസാരിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ അവിടെ ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇവർക്ക് തന്നെ കറക്റ്റായിട്ട് അറിയാമെങ്കിൽ പിന്നെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ഇലക്ഷൻ നടത്തുന്നതെന്നൊരു കാര്യം. അപ്പൊ ഇന്നിപ്പോ ഒരുപാട് ആൾക്കാർ സജീവമായി നിന്നിട്ടുണ്ട്. കുറെ ആൾക്കാർ പണിക്കൊക്കെ പോവാണ്ട് ഒരുപാട് ആൾക്കാർ സെറ്റായി നിന്നിട്ടുണ്ട്. എന്തിനാണ്? ഇലക്ഷന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്. റിസൾട്ട് അറിഞ്ഞിട്ട് വേണം ഒരുപാട് പടക്കങ്ങൾ വാങ്ങി പൊട്ടിച്ച് ഒരുപാട് എന്താ പറയാ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാ പാർട്ടിയുടെ ആൾക്കാരും സെറ്റ് ആയിട്ടുണ്ട്. കുറെ ആൾക്കാർ DJ ബുക്ക് ചെയ്യുന്നുണ്ട്. DJ ബുക്ക് ചെയ്തിട്ട് ചില സമയങ്ങളിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു പാർട്ടി ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ പാർട്ടിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ DJ ബുക്കിംഗ് ഒക്കെ. നമുക്കിപ്പോ പറയാൻ പറ്റില്ലല്ലോ ഏത് പാർട്ടി ജയിക്കുന്നുള്ള കാര്യം. പക്ഷേ ഇതിന്റെ അകത്ത് ഒരുപാട് ജ്യോതിഷന്മാരുണ്ട്. അതായത് ഈ ജ്യോതിഷന്മാരെന്ന് ഞാൻ പറയുന്ന ആരാന്ന് മനസ്സിലായോ? വളരെ സാധാരണക്കാര്. അതായത് അവര് ഈ പാർട്ടിയുമായിട്ടോ ഇലക്ഷനുമായിട്ടോ യാതൊരു ബന്ധവും ഉണ്ടാവില്ല. പക്ഷെ അവര് സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ആരോ ആണെന്നുള്ള കാര്യം. ഇവരെ സത്യം പറഞ്ഞ ആർക്കും അറിയില്ല. അപ്പൊ അവരെന്ത് ചെയ്യും? പണിക്കും പോവാതെ അവരുടെ കൂലിയും കളഞ്ഞ് അവരിതിന്റെ പിന്നാലെ നടക്കും. അവസാനം വരെ നടന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ? അതുമില്ല. ഇവരാണ് എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ്ലി ഈ രാജ്യം ഇവരാണ് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഒരു അധീനതയിലാണ് രാജ്യത്തിന്റെ നിയമാവലി പോകുന്നെന്നുള്ള ചിന്താഗതിക്കാരാണ് ഈ സാധാരണക്കാര്. അതായത് മണ്ടന്മാര്, പച്ച മലയാളത്തിൽ പറഞ്ഞ മണ്ടന്മാര്. അതാണ് ഇപ്പൊ ഏത് പാർട്ടി ഭരിച്ചാലും ശരി നമുക്കിപ്പോ നമ്മുടേതായിട്ടുള്ള തൊഴിലുണ്ട്. ഇപ്പൊ ഞാൻ തൊഴിൽ ചെയ്യുന്നു, ഞാനിപ്പം ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള വർക്ക് ചെയ്യുന്ന ആളാണ്. അതോടൊപ്പം ഇപ്പൊ യൂട്യൂബ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം നമ്മൾ ഫേസ്ബുക്ക് ചെയ്യുന്നുണ്ട്. ഫേസ്ബുക്ക് യൂട്യൂബ് എന്താണ്? നമ്മുടെ ഒരു എന്റർടൈൻമെന്റ് ആണ്. ഇതിനിടയ്ക്ക് ഒരു പട്ടിയുടെ സഹായമൊന്നും വേണ്ട അല്ലെങ്കിൽ ആരുടെയും അഭിപ്രായവും വേണ്ട. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ വരുമാനം കണ്ടെത്തുന്നതെന്ന് അർത്ഥം. അല്ലാതെ ഒരു ഇലക്ഷൻ പാർട്ടിയുടെ പിന്നാലെയും പോയിട്ടല്ല. ഇപ്പൊ നിങ്ങൾക്ക് തമ്നയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ എന്നെ ചീത്ത വിളിക്കാൻ വരും. അവിടെ തമ്നയിലിട്ട കാര്യമല്ലല്ലോ നീ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള കാര്യം. അതെന്തിനാണെന്നറിയാം ഞാൻ അങ്ങനെ ചെയ്തത്? ഈ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തി തന്നെയാണ്. കാരണം ഇലക്ഷന് മുന്നേ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല വാഗ്ദാനങ്ങളും ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതും തമ്മിൽ യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലാവും. അല്ലെങ്കിൽ നിങ്ങളും ആ ജയിച്ച സ്ഥാനാർത്ഥിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത അവസ്ഥയിലാണ്. ആദ്യം നിങ്ങൾ ക്ലോസ് ഫ്രണ്ട്സിനെ പോലെയാണ്. എന്ത് ചെയ്യുന്നു? കെട്ടിപ്പിടിക്കുന്നു, നിങ്ങൾ തമ്മിൽ സെൽഫി എടുക്കുന്നു, വീട്ടിൽ വരുന്നു, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്. ഓക്കെ, കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഇതുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങളില്ലാത്തൊരവസ്ഥയാണ്. കാരണം പിന്നീട് ഇവരെയൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തിരിക്കേണ്ടി വരും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ തമ്നയിലും. കാരണം ഈ തമ്നയിലും ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല എനക്കും അറിയാം, ഞാൻ പറയുന്ന കാര്യമായിട്ട്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു പാർട്ടി ജയിച്ച അവരുടെ ജയം കാണാനാണ് കുറെ ആൾക്കാർ നിൽക്കുന്നത്. കാരണം അവര് സ്വന്തം വീടോ അല്ലെങ്കിൽ അവരുടെ മറ്റവസ്ഥയോ അവർ മറന്നുപോയിട്ടാണുള്ളത്. അപ്പൊ ഈ വ്യക്തികൾക്ക് തന്നെ അറിയാം നമ്മൾ പണിക്ക് പോയി അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമ്മുടെ വീട്ടില് വരുമാനം ഉണ്ടാവുന്നുള്ള കാര്യം അവർക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും അവർക്ക് ഇങ്ങനെ പോയി പണിയൊക്കെ ചെലവാക്കി അവർ പണിയും കളഞ്ഞ് പോയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഒരു ആശ്വാസമാണ്. SP എന്നൊക്കെ പറയും മലയാളത്തിൽ, അതായത് സ്വയം പൊക്കികൾ. അത്രേ ഉള്ളൂ, അത്രേ വിളിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ സാധാവുണ്ട് കേട്ടോ, അങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് സാധാവുണ്ട്. കാരണം എന്ന് പറഞ്ഞാല് ഒന്നും കിട്ടൂല എന്ന് ഉറപ്പായിട്ടും ആത്മാർത്ഥമായിട്ട് അതിന് പ്രവർത്തിക്കുന്നവരെ നമുക്ക് എന്താ പറയാ, നമുക്ക് മിക്സലോട്ട് കൊടുത്തേ പറ്റും. കാരണം അവരെ വീട്ടില് എന്താ പറയാ, നാട് കേളിയും വീട് പട്ടിണി എന്ന് പറയും. ആ അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അവരുടെ അവസ്ഥ. അതായത് നാട്ടിൽ മൊത്തം പ്രചാരമാണ് ഞാനെന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞു നടക്കും. വീട്ടിലെത്തുമ്പോൾ എന്താവും? കഞ്ഞി ഉണ്ടാവില്ല, അരി ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോ തമിഴിലുണ്ടാകും ഭൂരിപക്ഷ ആൾക്കാരും എന്നെ എന്തായാലും ചീത്ത വിളിക്കാൻ വരും. കാരണം അതറിയാം, നിങ്ങൾ ചീത്ത വിളിച്ചാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ
തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരുത്തന്റെ അവതാരത്തിലല്ല ജീവിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് ചീത്ത വിളിക്കാം, കുഴപ്പമില്ല. കാരണം എന്ന് പറഞ്ഞാല് നിങ്ങളാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമന്റിൽ രേഖപ്പെടുത്താം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ ഒരു കമന്റ് ബോക്സും ഞാൻ ഓഫ് ആക്കിയിട്ടില്ല. നിങ്ങൾക്ക് പറയേണ്ട കമന്റ്സ് കംപ്ലീറ്റ് ഇതിന്റെ അകത്ത് രേഖപ്പെടുത്താം, എന്താണെങ്കിലും, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. പക്ഷേ ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിക്കണം, വീഡിയോ കണ്ട് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ആലോചിക്കണം, മനസ്സിരുത്തി ആലോചിക്കണം. ഇപ്പൊ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അല്ലാതെ ചീത്ത വിളിക്കണം എന്നും കരുതി ചാടി കയറി വരുന്ന പ്ലാറ്റ്ഫോം അല്ല. അങ്ങനെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ നല്ല രീതിക്ക് തന്നെ നേരിടുന്നതായിരിക്കും. അത് ലീഗലായിട്ടാണെങ്കിലും ഇനി അല്ലാതെ ആണെങ്കിലും ഒരു കുഴപ്പമില്ല. ഓക്കെ, അത് നമ്മുടെ വിഷയമല്ല. നമ്മൾ അങ്ങനെ ട്രിഗർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ കാണേണ്ട കാര്യമാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ എന്ത് ചെയ്തത്, ഇങ്ങനെ കാണിച്ചത്, ഈച്ചനെ കൊല്ലുന്ന വീഡിയോ. അതായത് ഞാനിവിടെ ഈച്ചനെ ആട്ടി ഇരിക്കുകയാണെന്നാണ്. കാരണം അതിനായാലും സമയമുണ്ട്. പക്ഷെ എനിക്ക് ഇതിന്റെ പിന്നാലെ, ഇലക്ഷന്റെ പിന്നാലെ ഞാൻ പോകില്ല എന്നാണ് അതിന്റെ മലയാളം. കാരണം നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ പാർട്ടി പ്രവർത്തകരൊന്നുമല്ല, നമ്മൾ അതുമായി ബന്ധപ്പെട്ട യാതൊരു ആൾക്കാരും അല്ല. പിന്നെ പോകുന്ന ആൾക്കാർക്ക് പോകട്ടെ, ഞാൻ പിടിച്ചു വെക്കുന്നൊന്നുമില്ല കേട്ടോ. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇന്നത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട്? നിങ്ങൾ എന്താണ് ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ പരിപാടി, ഒരുപാട് പരിപാടികൾ ഉണ്ടാവും. ചിലപ്പോൾ രാവിലെ തന്നെ ഒരുപാട് ആൾക്കാർ, ഞാനിപ്പോ വരുമ്പോൾ കുറച്ചാൾ ചെയ്യുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഗ്രൗണ്ടിൽ നിന്ന് ഫുട്ബോൾ കളിക്കുന്നു. അവർക്ക് ഇന്ന് പണിയൊന്നുമില്ല, കാരണം ഇന്ന് പണിക്ക് പോകാൻ പറ്റില്ല, അവരെ വിടൂല. അപ്പൊ അവരെന്ത് ചെയ്യാം, ഫുട്ബോൾ കളിക്കുന്നത്. അതൊരു നല്ലൊരു ഇത് തന്നെയാണ്. കാരണം നമ്മുടെ ശരീരത്തിനും അതുപോലെ തന്നെ മനസ്സിനും ഒക്കെ നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ഫുട്ബോൾ കളിക്കാന്ന് പറഞ്ഞാൽ. പക്ഷേ ഇങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഡിപ്രഷൻ അടിച്ച് ഒരുപാട് സിഗരറ്റ് വിളിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇലക്ഷന് ഏത് പാർട്ടി ജയിക്കുന്നു കരുതി നിങ്ങൾ എന്തിനാണ് മക്കളെ ഇങ്ങനെ ഡിപ്രഷൻ അടിക്കുന്നത്? അല്ലെങ്കിൽ ചേട്ടന്മാരെ നിങ്ങൾ ഡിപ്രഷൻ അടിക്കുന്നത്? ഇപ്പൊ മക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പറയും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു ചേട്ടന്റെ ഒരു കമന്റ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചേട്ടന്റെ പേരെന്താ, മധുസൂദനോ അങ്ങനെ എന്താ ചേട്ടന്റെ പേര്. അപ്പം മോനെ എന്നൊക്കെ വിളിക്കാൻ നിനക്ക് എത്രയാണോ വയസ്സ് ചോദിച്ചാ ചേട്ടൻ എന്നോട്. അപ്പൊ കുഴപ്പമില്ല, ബ്രദർ എന്ന് വിളിക്കാം. ഓക്കെ, കുഴപ്പമില്ല, ബ്രദർ. ഓക്കെ. അപ്പം ബ്രദർമാർക്ക് ഇനിയിപ്പം ഡിപ്രഷൻ അടിച്ച് അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നും അല്ല ബ്രദർമാരെ, കേട്ടോ. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്, യൂത്ത്. ഇപ്പൊ യൂത്തും ഒരുപാട് ഭാഗം എനിക്ക് തോന്നുന്നു മെച്ചപ്പെട്ടത് മൊബൈല്. ഒന്നാമത് അവർക്കൊക്കെ മനസ്സിലായി, കുറച്ചു ഭാഗം ആൾക്കാർക്ക് മനസ്സിലായി യൂത്ത്. കാരണം പണിക്കൊന്നും പോകാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തേങ്ങാ പുണ്ണാക്കും കിട്ടാൻ പോകുന്നില്ല. ഉള്ള പണിയെടുത്ത് നല്ല പൈസ ഉണ്ടാക്കാന്നുള്ള വിചാരം ഇപ്പൊ കുട്ടികൾക്കൊക്കെ വന്നിട്ടുണ്ട്, പിള്ളേഴ്സിന്. അതായത് യൂത്ത് പിള്ളേഴ്സിന്, ഒരു 10-24 വയസ്സൊക്കെ പിള്ളേർക്ക് തീർച്ചയായിട്ടും വന്നിട്ടുണ്ട് അവർക്ക്. അപ്പൊ അങ്ങനെ വന്നത് കൊണ്ട് തന്നെ എന്താണെന്നറിയോ, അവരുടെ ചിന്താഗതിയും മാറും, അവരുടെ ജീവിതത്തിൽ എല്ലാം പ്രാക്ടിക്കലായി വരും. അപ്പൊ അങ്ങനെ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകുക. രാഷ്ട്രീയ പ്രവർത്തനം ആവാം, ഏത് കാര്യത്തിലും നിങ്ങൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം ആവാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിശ്വസിക്കാവും പറ്റും. അത് നിങ്ങളുടെ മാത്രം ഇഷ്ടമാണ്. നിങ്ങൾ ഏത് പാർട്ടിയെ ആരാധിക്കണമെന്നും അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു പാർട്ടിയെ വിശ്വസിക്കണം എന്നൊക്കെ ഉള്ളത് നിങ്ങളുടെ മാത്രം ഇഷ്ടം. അതിനൊന്നും നിങ്ങൾ ആരും ചോദിക്കാൻ പറ്റില്ല. പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഒരു സിനിമയിൽ പറയുന്നുണ്ട്, ഇപ്പൊ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് ഞാൻ കേട്ടിട്ടുണ്ട്, പണിയെടുക്കുക, അതോടൊപ്പം നിങ്ങളുടെ വരുമാനം കണ്ടെത്തുക, അതോടൊപ്പം ആവാം രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള കാര്യം. അല്ലാതെ നിങ്ങളുടെ പണിയും കളഞ്ഞ് തൊഴിലും കളഞ്ഞ് ഇതിന് പോകരുതെന്നാണ് സാര്യം. കാരണം എന്താണെന്നറിയോ, വീട്ടില് ഞം ഉണ്ടാവില്ല, അത്രേനെ, വേറെ ഒന്നല്ല. അപ്പോ എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ പരിപാടി? ഞാൻ ഇന്ന് തുടക്കത്തിൽ കാണിച്ചില്ല, അതാണ് ഇന്ന് എന്റെ പരിപാടി, ഈച്ചേനെ ആട്ടിയിരിക്കല്. കാരണം ഈച്ചയ്ക്ക് ഞാൻ ഈച്ചേനെ തുരത്തുന്ന ഒരു വീഡിയോ കഴിഞ്ഞ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തതുകൊണ്ട് തന്നെ ഈച്ച ഇവിടെ കുറവാണ്. എന്നാലും വെറുതെ ഒന്ന് ആക്ഷൻ കാണിച്ചത് ഇങ്ങനെ ഈച്ചേനെ ആട്ടുന്ന. കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ല ഇന്ന്. കുറെ ആൾക്കാർക്ക് ഉണ്ടാവും പണി, അവർക്ക് തന്നെ അറിയില്ല എന്തിനാണ് ആ പണി ചെയ്യുന്നതെന്നുള്ള കാര്യം. അപ്പൊ നമുക്കിത് പ്രത്യേകിച്ച് അങ്ങനെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ പരിപാടിയായിട്ടുള്ള യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, ഈ കാര്യത്തിലോട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പൊ നിങ്ങളെയും കാണാം, അതുപോലെ തന്നെ നമുക്ക് നിങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അതുകൊണ്ടാവുന്ന കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? അപ്പൊ ഇപ്പോ സ്കൂള് ഇപ്പൊ മെയ് മാസമായി, കുറെ കുട്ടികൾക്ക് ഇപ്പൊ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഇനിയിപ്പോ മഴ, വേനൽ മഴ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് ഏതാണ്ട് വരുന്നുണ്ട്. ഇപ്പം തുടർന്നുള്ള ദിവസങ്ങളിൽ മഴ പെയ്യാനുള്ള ചാൻസും കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ മഴക്കാലം വീണ്ടും വരികയാണ്. അപ്പൊ നമ്മുടെ കൊല്ലത്തിനൊന്നും വലിയ ഇതൊന്നുമില്ല. കാരണം ഇപ്പൊ ഇന്നിപ്പോ ജനുവരി ആണെന്ന് കൂട്ടിക്കോ, ഈ ജനുവരി പോയി അടുത്ത ജനുവരി ആവുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റുന്നില്ല. കൊല്ലങ്ങള്, നമ്മുടെ ദിവസങ്ങൾ പോകുന്നു, ആഴ്ചകളാവുന്നു, ആഴ്ചകൾ പോകുന്നു, മാസങ്ങളാവുന്നു, മാസം പോയി വർഷങ്ങളും ആവുന്നു. വർഷങ്ങൾക്കും ഇപ്പൊ കണക്കില്ലാതായി. കാരണം ഈ കൊല്ലത്തിന് കൗണ്ട് വെച്ചത് കൊണ്ട് മാത്രമാണ് നമുക്കിപ്പോ ഇത് അറിയാൻ പറ്റുന്നത്. ഓരോ കൊല്ലം കൂടുമ്പോഴും സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ, കൊല്ലവും കൂടുന്നു, മനുഷ്യന്റെ വയസ്സും കൂടുന്നു, എന്നാൽ സാമ്പത്തിക നിലവാരം പക്ക താഴോട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആദ്യം പണിക്ക് പോവുക, പണിക്ക് പോയി നിങ്ങളുടെ വരുമാനം കണ്ടെത്തുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ എന്ത് വേണമെങ്കിലും ആയിക്കോ. ഇപ്പൊ കുറെ ആൾക്കാർ ചിലപ്പോ പറയും, നീ ആരാടാ ഇതൊക്കെ പറയാം, നീ ആരാടാ, നമ്മുടെ കാര്യം നോക്കാൻ നമുക്ക് തന്നെ അറിയാം. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ ഈ പറയുന്നത് ശരിയാന്നുള്ള കാര്യം.
നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന കാര്യം പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആരെങ്കിലും പറഞ്ഞാൽ അത് നീ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ നീ പറഞ്ഞത് എനിക്ക് ഉപകാരമുള്ള ഒരു കാര്യമാണെന്ന് വെട്ടിത്തുറന്ന് പറയാനുള്ള കോൺഫിഡൻസ് നമ്മൾ എപ്പോഴും കാണിക്കണം. അതിനാണ് ചങ്കൂറ്റൊന്നും ആൺകുട്ടികളൊന്നും പറയുന്നത്, ആണത്തൊന്നും പറയുന്നത്. കാരണം തെറ്റിനെ തെറ്റായിട്ടും അല്ലെങ്കിൽ ശരിയായിട്ടും നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണം. ഒരാള് ഒരു തെറ്റ് പറഞ്ഞാല് അവന്റെ ജാതി നോക്കിയോ അവന്റെ മതം നോക്കിയോ അല്ലെങ്കിൽ അവന്റെ ഏതെങ്കിലും സമുദായം നോക്കിയോ നിങ്ങൾ അതിനെ ശരിയെന്നും, അല്ലെങ്കിൽ അവൻ വേറൊരു സമുദായത്തിൽപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിനെ തെറ്റെന്നും ഒരിക്കലും പറയരുത്. ഇപ്പൊ കമ്പാരിസൺ ഉണ്ട് ഒരുപാട് സ്ഥലത്ത്. അതായത് ഇപ്പം ലാലേട്ടനെയും മമ്മൂട്ടി നമ്മളെ മമ്മൂക്കാനെ പോലും കമ്പാരിസൺ ഉണ്ട്. എന്തുകൊണ്ടാണ് പല ആൾക്കാരും ചിലപ്പോൾ ലാലേട്ടന്റെയും മമ്മൂക്കന്റെ ഒക്കെ സിനിമയുടെ അടിയിൽ, അതായത് നമ്മളെ വീഡിയോസിന്റെ അടിയിൽ ചിലപ്പോൾ കമന്റ് കാണാം അതിനെപ്പറ്റി പറഞ്ഞാൽ. ഇപ്പൊ മമ്മൂക്കയുടെ ഒരു ഫോട്ടോ ഇട്ടിട്ടാണെങ്കിൽ അതിന്റെ അടിയിൽ ചിലപ്പം മറ്റു കുറെ ആൾക്കാർ വന്ന് തെറി വിളിച്ചിട്ടുണ്ടാവും. എന്നാൽ മമ്മൂക്ക ഫാൻസ് കുറച്ച് ആൾക്കാരുണ്ട്, അവരെന്തായോ അവര് പൊക്കി പറയും അല്ലെങ്കിൽ കറക്റ്റായിട്ട് പറയും. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ. ഏതെങ്കിലും ഒരു കലാകാരന്മാരെ പോലും, കലാകാരൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ജാതിയോ മതമോ വർണ്ണവിവേചനമോ ഒന്നും പാടില്ലാത്ത ആൾക്കാരാണ് കലാകാരന്മാര്. കാരണം നമ്മളെ കല കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ആൾക്കാരാണ് കലാകാരന്മാര്. അപ്പം അവരുടെ പ്രവൃത്തി പോലും, ഇപ്പൊ ഒരു കലാകാരൻ ഒരു കല ചെയ്താൽ അവരുടെ കല പോലും ജാതിയെയും മതത്തിനെയും പറ്റി വർണ്ണിക്കുന്ന ആൾക്കാർ, അതായത് ഇന്ന ജാതിപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ആളാണെങ്കിൽ ഓക്കെ നമ്മൾ അതിന് ഓക്കെ അവർ ജയിച്ചു. ഇനിയിപ്പോ നമ്മുടെ ജാതിപ്പെടുന്ന ആളാണെങ്കിൽ ഓക്കെ അവന്റെ അഭിനയം മോശമാണ്, അവൻ വളരെ മോശമാണ് എന്നുള്ള കാര്യമായിരിക്കും പറയുക. അപ്പൊ ഞാൻ ചോദിക്കുന്നു, നമ്മുടെ നാട് ഇത്രയും ഹൈടെക് എത്തി, നിങ്ങളിപ്പോ ഇലക്ഷനൊക്കെ വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷെ എന്നിട്ടും നമ്മുടെ നാട്ടിലുള്ള ജാതി വ്യവസ്ഥകൾ അല്ലെങ്കിൽ മതത്തിന്റെ ഒരു തമ്മിലടിക്കുന്ന പ്രശ്നങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഇല്ലാതായിട്ടുണ്ടോ? ഇനി എല്ലാം പോട്ടെ, നിങ്ങളിപ്പോ ഇത്രയും വലിയ സംഭവമാണ്, ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടും ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യമേ ഉള്ളൂ. എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ കോളേജ് സർട്ടിഫിക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ എന്തിനാണ്? അപ്പൊ നിങ്ങൾ ഈ പറയുന്ന സ്കൂൾ സർട്ടിഫിക്കറ്റില് എന്തുകൊണ്ട് മാൻ നിങ്ങൾക്ക് വരുത്താൻ പറ്റുമോ? മനുഷ്യന് പറ്റുമോ? ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളോട്. മാൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരുത്താൻ പറ്റുമോ? മനുഷ്യൻ എന്ന് പറഞ്ഞ് ഒരിക്കലും അങ്ങനെ ഒരു സംഭവം വരുമോ എന്നറിയില്ല. നമുക്കിനി അത് അങ്ങനെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ഇനിയൊക്കെ വരുന്ന തലമുറയിലുള്ള കുട്ടികൾ അല്ലെങ്കിൽ കുട്ടികളെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞ് തമ്മിൽ അടിക്കാതിരിക്കുക. ഇപ്പൊ ഇതുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് മനുഷ്യനെ വന്നിരിക്കുന്നത്. ജാതിന്റെയും മതത്തിന്റെയും ഒക്കെ ആ ഒരു വിവേചനമാണ് പല മേഖലകളിലും ഉണ്ട്. ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മനുഷ്യനാണെന്നുള്ള കാര്യം മറന്നുപോയി. എല്ലാം മനുഷ്യൻ തന്നെയാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജാതിയായാലും മതമായാലും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കിയ കാര്യങ്ങളാണ്, നിങ്ങൾ മനുഷ്യൻ തന്നെ ഉണ്ടാക്കിയതാ. ഒരു ദൈവവും പറഞ്ഞിട്ടില്ല എവിടെയും ജാതിയിലോ മതത്തിലോ ഒന്നും ആണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര പൈസ കർച്ചന കഴിപ്പിക്കണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പൊന്നുകൊണ്ട് തുലാഭാരം തൂക്കണമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം എന്താ അറിയോ? ഒരു മനുഷ്യനെ സഹായിക്കൂല, അതായത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കാർ അവരെ സഹായിക്കുന്നതിന് പകരം ഒരുപാട് ആരാധനാലയത്തിൽ പോയിട്ട് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ അവർക്ക് സംഭാവന കൊടുക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവോ? ഒന്നും ഉണ്ടാവില്ല നിങ്ങൾക്ക്. ഞാൻ വെട്ടി തുറന്ന് പറയാം, ഒരു പുണ്ണാക്കും ഉണ്ടാവില്ല നിങ്ങൾക്ക്. കാരണം മനുഷ്യത്വം ഇല്ലാത്ത ഒരുത്തനെ ഒരു ദൈവവും സഹായിക്കാൻ പോകുന്നില്ല. നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ആദ്യം നിങ്ങളുടെ വർഗത്തിനോട് സ്നേഹം കാണിക്കും. വർഗം മീൻസ് നിങ്ങൾ എങ്ങനെ കാണിക്കണം? ജാതി മതം നോക്കിയിട്ടല്ല. ഞാനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ എന്റെ എതിർകക്ഷി ഒരു മനുഷ്യനാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഒരു നടപടി അല്ലെങ്കിൽ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആരാധനാലയത്തിൽ പോയിട്ട് കാര്യമുള്ളൂ. അല്ലാതെ നിങ്ങൾ എന്തിനാണ് പോകുന്നത്? ഇപ്പോഴും ആൾക്കാർ എന്നോട് ചോദിക്കും, നീ തംബ്നെയിലിൽ കൊടുത്ത കാര്യമല്ലല്ലോ മോനെ നീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ മറുപടി ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നതും പിന്നെ പറയുന്നതും യാതൊരു ബന്ധമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ജനറൽ ആയിട്ടുള്ള കാര്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തംബ്നെയിൽ കൊടുത്തു തമ്മിൽ യാതൊരു ബന്ധമില്ല. അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എന്റെ ചെലവിൽ ജീവിക്കുന്ന ആളാണ്, സ്വന്തമായിട്ട് ആരുടെയും എന്താ പറയാ കാല് താങ്ങിയിട്ടല്ല. അത് ഞാൻ ആദ്യം പറഞ്ഞു ആ കാര്യം. ഓക്കെ, അപ്പൊ അത്രയൊക്കെയാണ് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പൊ മനുഷ്യനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ് പല ആൾക്കാർക്കും. അതാ ഞാൻ തുടക്കത്തിലേ ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കലാകാരന്മാരെ പോലും നമ്മുടെ ജാതിയും മതവും വെച്ചിട്ട് വിലയിരുത്തുന്ന സമൂഹമായി പോയി നമ്മളത്. അപ്പൊ പിന്നെ ജനാധിപത്യം എന്ന് പറയുന്നതിന്റെ എന്താണ് അർത്ഥമുള്ളത്? ജനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്മാര്. അപ്പൊ മനുഷ്യന്മാര് ഇവിടെ വിവേചനത്തിലാണ് മനുഷ്യന്മാരെ കാണുന്നതെങ്കിൽ പിന്നെ എന്തിനാണ് ജനാധിപത്യം എന്ന് പറയുന്നത്? ഇപ്പോഴും ഞാൻ പറയുന്ന കാര്യത്തിനോട് ഇനിയിപ്പോ ഞാനൊരു കാര്യം പറയുന്നു, ഞാൻ പറയുന്നതെല്ലാം ശരി എന്നുള്ള ന്യായമൊന്നും ഇല്ല കേട്ടോ. ഒരുപാട് അറിവുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മുടെ കമന്റ് ബോക്സ് മലക്കെ തുറന്നിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം നിങ്ങൾക്ക് പോസിറ്റീവ് എന്തായാലും നിങ്ങൾക്ക് പറയാം. എന്താണ് എന്നോട് നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായം? അതായത് ഞാൻ പറയാം, ഒരാൾക്ക് ചെറ്റത്തരം പറയാൻ വരുന്ന ആൾക്കാരുണ്ട്, അവർക്ക് ഇങ്ങോട്ട് സ്വാഗതമില്ല കേട്ടോ.
പോസിറ്റീവായി, അതായത് ഞാൻ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പറയാൻ മനക്കട്ടിയുള്ള ആൾക്കാരുണ്ടാവും, ഒരുപാട് ആൾക്കാർ. അത്തരത്തിലുള്ള ആൾക്കാരോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് തീർച്ചയായിട്ടും നമ്മളോട് വന്ന് സംസാരിക്കാം. ഞാൻ ഇത്രയും സമയം ഞാൻ പറഞ്ഞു. ചിലപ്പോൾ ചില ആൾക്കാർ പറയും, നീ കുറെ ടൈം ആയാലോടാ വായിട്ട് അലക്കാൻ തുടങ്ങിയിട്ട്, എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കും ചില ആൾക്കാർ. അപ്പം ഞാൻ ഒരുപാട് സമയം വായിട്ട് അലച്ചിട്ടുണ്ട്, നിങ്ങൾക്കും കേൾക്കാം. ആ വായിട്ട് അലച്ചതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ കമന്റ് ചെയ്യാം. അല്ലാതെ ഇപ്പൊ നടക്കാൻ പോകുന്ന ഇലക്ഷന്റെ പിന്നാലെയോ അത് ആലോചിച്ചിട്ട് ഡിപ്രഷൻ അടിച്ചു വെക്കുന്ന പരിപാടിയൊന്നും നമുക്കില്ല ഭായി. കാരണം നമ്മൾ സാധാരണക്കാരാ, നമ്മൾ പണിയെടുത്ത് ജീവിക്കുന്ന ആളാണ്. നമ്മുടെ പണി എന്താ? നമുക്ക് വേറെ വർക്ക് ഉണ്ട്, അതോടൊപ്പം നമ്മൾ എന്റർടൈൻമെന്റ് വേണ്ടി നമ്മൾ ഫേസ്ബുക്കും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബും ഒക്കെ ചെയ്യുന്നുണ്ട്, ഇനി ഇൻസ്റ്റയും ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാല്. അല്ലാതെ നിങ്ങളിപ്പോ പറഞ്ഞ പരിപാടി എന്റെ പരിപാടിയല്ല. സോ ഞാൻ അതുകൊണ്ടാണ് ഇതിൽ വന്ന് സംസാരിക്കുന്നത്. എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്താണ്. അല്ലെങ്കിൽ മറ്റു വർക്കുകളും ഉണ്ട്, അതിനകത്ത് ഞാൻ ചെയ്യുന്നുണ്ട്, അതിലൂടെ ഞാൻ വരുമാനം കണ്ടെത്തുന്നുമുണ്ട്. അപ്പൊ നിങ്ങളാണ് ഈ പറയേണ്ടത് ഇനിയുള്ള മാറ്റങ്ങൾ. നമ്മുടെ നാട്ടിലുള്ള റോഡുകളും കാര്യങ്ങളൊക്കെ കണ്ട് ഇപ്പൊ അടുത്ത ഏറ്റവും കൂടുതൽ രസം എന്താണെന്നറിയോ? ഇപ്പൊ KSEB പൈപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അതായത് ഒരു റോഡ് നമ്മളിങ്ങനെ വന്നു, ഒരു റോഡിന്റെ വളവിലെത്തുമ്പോഴൊക്കെ ആയിരിക്കും ആ വളവിൽ വലിയൊരു കുഴി. അപ്പൊ എന്ത് ചെയ്യും? നമുക്കിപ്പോ കാറൊക്കെ ആണെങ്കിൽ നമുക്ക് വളച്ചെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാരണം റോഡിന് വളരെ സ്പേസ് കുറവായതുകൊണ്ട് റൈറ്റ് സൈഡിൽ മറ്റൊരു വണ്ടിയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ കുഴിയിലോട്ട് ഇറക്കേണ്ട അവസ്ഥയാണ് പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ ഹൈടെക് അവസ്ഥ എന്ന് പറഞ്ഞാല്. വാട്ടർ മെട്രോ എന്നൊക്കെ പറയുന്നില്ല, വാട്ടർ മെട്രോവും പിന്നെ അതിന്റെ അകത്ത് അണ്ടർ ബ്രിഡ്ജും. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ വണ്ടി ഓടിച്ച് നമുക്ക് മടുക്കുന്ന സമയത്ത് അത്യാവശ്യം കുഴികളിൽ ഇറക്കി നമുക്ക് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പറ്റും. നമ്മള് ഓടിച്ച് മടുക്കുന്നതല്ല. അപ്പൊ ഈ കുഴികളിൽ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അത്യാവശ്യം നല്ലൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കുഴികൾ ചെയ്തു വെച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇതിനിപ്പോ ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. കാരണം മെയിൻ റോഡുകളിൽ പോലും നമുക്കറിയാം, നാഷണൽ NH അതായത് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് ഉൾപ്പെടെ പല പല വലിയ വാഹനങ്ങൾ തിരക്ക് പിടിച്ചോടുന്ന മെയിൻ റോഡുകളിൽ പോലും ഇതുപോലുള്ള കുഴികൾ കുഴിച്ചു വെച്ചിട്ട് ഇവിടെ ചോദിക്കാൻ ആരുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇത്രയും വലിയ പ്രഹസനം പിടിച്ചിട്ട് നിങ്ങൾ ഓരോ ആൾക്കാരെ ജയിപ്പിക്കുന്നതും തോപ്പിക്കുന്നതും നിങ്ങൾ നിൽക്കുന്നത് എന്തിനാണ്? ഇതെന്താണ് ഈ അവസ്ഥക്ക് ഒരു മാറ്റം ഉണ്ടാവുമോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ റോഡ് ടാക്സ് വാങ്ങുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ്. എന്നിട്ട് പോലും നമുക്ക് വാഹനം പോലും റോഡിൽ ഇറക്കാൻ പറ്റുന്നില്ല. റോഡിന് വേണ്ടിയാണ് ഈ ടാക്സ് വാങ്ങുന്നത്. നിങ്ങൾ ആലോചിക്കണം, ഈ റോഡ് ടാക്സ് അടച്ചിട്ട് ഇറങ്ങുന്ന വാഹനങ്ങളിൽ എത്ര പേരുണ്ട് നല്ല രീതിക്ക് റോഡ്, പിന്നെ നിങ്ങൾ എന്താ പറയാ, നിങ്ങളുടെ വീട്ടിന്റെ പരിസരത്തുള്ള എത്ര ആൾക്കാരുണ്ട് റോഡ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള? കേരളത്തിൽ നമ്മൾ ചോദിച്ചാൽ ഒരാളും ഉണ്ടാവില്ല. കാരണം ഒരു റോഡെങ്കിലും നല്ലത് കണ്ടാൽ കണ്ടു, അത്രയേ ഉള്ളൂ. അതും സംശയമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ പറ, ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കണം? അതോ നമ്മള് നേരത്തെ പറഞ്ഞ പോലെ ഈ ചെറിയ ആട്ടിയിരിക്കണം? ഏതാ നല്ലത്? ഏതാ നല്ലത്? നിങ്ങൾ പറ. ഇതിന്റെ അഭിപ്രായം നിങ്ങൾക്കാണ് പറയാനുള്ളത്. അപ്പൊ കുറെ ആൾക്കാർ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോ കുരുപൊട്ടും കേട്ട ഒരുപാട് ആൾക്കാർ. ഞാൻ തീർച്ചയായിട്ടും പറയാം, ആരെയും കുരുപൊട്ടിക്കാനൊന്നല്ല നമ്മൾ പറഞ്ഞ, നമുക്ക് പറയാനുള്ള അഭിപ്രായം വെട്ടി തുറന്ന് പറയാം. എനിക്ക് ധൈര്യമുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, മറ്റുള്ള ആളുടെ ചെലവിലല്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ്. നമുക്ക് വ്യക്തിത്വ സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, നമുക്ക് സംസാര സ്വാതന്ത്ര്യമുള്ള നാട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സംസാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്ത് നമ്മളിതിനും വിളിച്ചു പറയാനല്ല കേട്ടോ, അത് വേറെ കാര്യം, അതിന് പണി കിട്ടും. അതല്ല, പോസിറ്റീവായിട്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ പറയാം, നല്ല കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് പറയാനുള്ള പല കാര്യങ്ങളും. ഇനിയും സംസാരിക്കും, അതിനെ പറ്റിയൊന്നും പേടിക്കാനില്ല. നമ്മുടെ ഈ ചാനലും നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്. ഈ വീഡിയോ ഇതിന്റെ അകത്ത് തന്നെ കിടക്കുന്നുണ്ടാവും. നമ്മൾ ഈ ചെയ്ത വീഡിയോസ് ഇതൊന്നും അങ്ങനെ പോയി പോകുന്ന സംഭവമൊന്നും അല്ലല്ലോ. അപ്പൊ അത്യാവശ്യം നമ്മൾ യൂട്യൂബ് ഒക്കെ ചെയ്യുന്നത് എന്തിനാണ്? നമുക്ക് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടുന്നുണ്ട് പല കാര്യങ്ങളിലും. അതിപ്പോ ജനങ്ങൾ കാണുന്നു, നിങ്ങളുടെ കമന്റ് പറയുമ്പോൾ നമുക്ക് അതിലേറെ ആശ്വാസമാണ്. ഇനിയിപ്പോ നിങ്ങൾ എന്താണ് നിങ്ങൾ പറയാനുള്ളത്? ചീത്ത വിളി കമന്റ് ആണോ? കുഴപ്പമില്ല, നിങ്ങൾ വിട്ടോ, നോ പ്രോബ്ലം. കാരണം നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ കൾച്ചറുമാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്. നിങ്ങൾ ചീത്ത വിളിക്കുമ്പോൾ നിങ്ങളുടെ കൾച്ചറാണ് അവിടെ വിലയിരുത്തപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റി, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വീടിന്റെ അവസ്ഥ, വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത്, ആ പെരുമാറ്റമാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവിനെ പോസിറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനും നെഗറ്റീവിനെ നെഗറ്റീവായിട്ട് കൺവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാവണം എന്ന് പറഞ്ഞ കാര്യം. അതിനാണ് ചങ്കൂറ്റം എന്ന് പറയുന്നത്. അതുള്ള ആൾക്കാർ മാത്രം കമന്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മുടെ വീഡിയോ കുറെ ലെങ്തായി പോയി കേട്ടോ. വലിച്ചു നീട്ടി വലിയ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്താണെന്നുള്ള അഭിപ്രായം. അപ്പം നമ്മുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഇന്ന് അങ്ങനെയാണ്. ഇന്ന് ഇലക്ഷൻ ഡേ ആണ്, നമുക്കറിയാം. അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ആയിട്ട് ഞാൻ ഒരിക്കലും അതിനെ കാണുന്നില്ല. സ്വാഭാവികമായിട്ട് ഒരു ദിവസം എങ്ങനെയാണോ നമുക്ക് നമ്മുടെ വർക്ക് ഉണ്ട്, അത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർക്ക് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അത് തന്നെയാണ് നമ്മുടെ ഒരു പരിപാടി. അല്ലാണ്ട് അതിന്റെ പിന്നാലെ നടക്കുന്ന പരിപാടി നമുക്കില്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഇതെന്താണ് ഇന്നത്തെ പരിപാടി? നിങ്ങൾക്ക് രാവിലെ ആയി, ഇപ്പൊ ഒരു 10 മണിയൊക്കെ ലെവലൊക്കെ ആയി, മീൻകാരൻ വന്നോ, അപ്പൊ നിങ്ങൾക്ക് മീനൊക്കെ മേടിച്ചോ വീട്ടില്? ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഊണിന് എന്താണ് പരിപാടി? രാവിലെ നിങ്ങൾ എന്താണ് കഴിച്ചത്? അതായത് എന്താണ് നിങ്ങളുടെ പരിപാടി? ഞാനിന്ന് മുട്ടയപ്പും ചായയാണ് കേട്ടോ ഞാൻ ഇന്ന് കഴിച്ചത്. കാരണം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. കാരണം മറ്റേ കാര്യം പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. സോ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പൊ ഞാനിന്ന് രാവിലെ കഴിച്ചത് മുട്ടയപ്പും ചായയാണ്.
നല്ല ഒന്നാന്തരം മുട്ടയപ്പം ചായ നമ്മുടെ നാട്ടില്, അതായത് കണ്ണൂര് എടച്ചേരി ഇവിടെ പുലിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പുലിമുക്ക് എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പുലി അവിടെ ഇറങ്ങിയെന്ന് പറയപ്പെടും, നമുക്കറിയില്ല, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ്. അപ്പോ അതുകൊണ്ടാണ് അവിടെ പുലിമുക്ക് എന്ന് പറയുന്നത് പറഞ്ഞു. അതിന്റെ സ്റ്റോറി നമ്മൾ ഇവിടെ പറയുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പൊ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ നിന്നാണ് നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്നത്, നമ്മുടെ സ്വന്തം അൻവർഖാന്റെ കട. അപ്പൊ അവിടെ പോയി അവിടെ നിന്ന് മുട്ടയപ്പം ചായയും കഴിച്ചു. ഇനിയിപ്പോ നമുക്ക് മീൻകാരൻ വന്നിട്ടുണ്ട്, മീൻ വാങ്ങുമെന്ന് അറിയില്ല, എന്താണെന്ന് അറിയില്ല. അപ്പൊ മീൻ എന്തൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്കൊക്കെ അത് നമ്മുടെ അമ്മയും അതില് വീട്ടിൽ നമ്മുടെ സിസ്റ്റൊക്കെ ഉണ്ട്, അപ്പൊ ഫ്രൈ ആക്കും, കറിയാക്കും. അപ്പൊ ഇതില് ഞാൻ മനസ്സിലാക്കിയെടുത്ത് എന്താണ്, നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ മീൻ വാങ്ങുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തത് ഞാൻ അധ്വാനിച്ചിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കോൺഫിഡൻസിൽ ആ വർത്താനം പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതാവുള്ള കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അല്ലാതെ നിങ്ങൾ മറ്റുള്ള കാര്യത്തിന് വേണ്ടി വലിച്ചു വാരി നടന്നിട്ട് യാതൊരു കാര്യമില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായല്ലോ? ഓക്കെ, അപ്പൊ അതൊക്കെയാണ് വിശേഷം. അതുകൊണ്ട് നിങ്ങൾ രാവിലെ എന്താണ് ഭക്ഷണം കഴിച്ചത്, നിങ്ങളുടെ ഇന്നത്തെ പരിപാടി എന്താണ്, മറ്റുള്ള കാര്യങ്ങളും വിശേഷങ്ങളും. ഇനിയിപ്പോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വിശേഷം എന്താണ്, പഠിക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില കുട്ടികൾ ഇപ്പൊ ഫെയിൽ ആയിട്ടുണ്ടാവും കുറച്ച് ആൾക്കാർ. അപ്പൊ നിങ്ങൾ പഠിക്കുക, ഇമ്പ്രൂവ് ആകാൻ വേണ്ടി ശ്രമിക്കുക നല്ല രീതിക്ക്. പിന്നെ എക്സാമിനൊക്കെ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പാസ്സാകുന്ന ലെവലിലോട്ട് നിങ്ങൾ വരിക. കാരണം നിങ്ങളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന അച്ഛനമ്മയാണല്ലോ, അപ്പൊ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ നിങ്ങൾ അതിന് ഫോക്കസ് ചെയ്യാം. ഓക്കെ, മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ വിട്ടേക്ക്, അതൊന്നും നിങ്ങളെ ഒരു തരത്തിലും സ്വാധീനിക്കാനോ പ്രതികൂലിക്കാനോ ഒന്നും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ നല്ല ജോലി ഉണ്ടോ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ, നിങ്ങളുടെ കൂടെ എല്ലാവരും ഉണ്ടാവും. ഇൻ കേസ് നിങ്ങളിപ്പോ ഇതൊന്നും ഇല്ല, പൈസ ഇല്ല, ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ല, നിങ്ങൾ ഒറ്റപ്പെട്ടു, അവിടെ ഒറ്റപ്പെട്ട് കിടക്കൂ, ആരും ഉണ്ടാവില്ല, പിടികിട്ടിയ. അതാണ് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ. കാരണം നിങ്ങൾ അവിടെ ഒറ്റപ്പെട്ട് കിടക്കുമ്പോഴും ആദ്യം അവർ നോക്കുന്നത് നമ്മുടെ ആളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആളാണോ, അല്ലെങ്കിൽ അവന്റെ ആളാണോ, ഈ ഇന്ന മതിൽപ്പെടുന്ന ആളാണോ. ഓക്കെ, അങ്ങനെ നോക്കിയിട്ട് ആള് വരുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സഹായം ഒന്നും കിട്ടൂല എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് സ്വന്തമായിട്ട് മുന്നേറുക, സ്വന്തം കാലിൽ നിൽക്കുക, സ്വന്തം നിലവാരത്തിൽ ഉറച്ചു നിൽക്കുക. അല്ലാണ്ട് മറ്റുള്ള കാര്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പരിപാടി അവിടെ ബ്ലോക്ക് ആവും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഞാനിപ്പോ സംസാരിച്ച എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളെ വിലപ്പെട്ട കമന്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുപോലുള്ള എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാ ചങ്ക് മച്ചന്മാർക്കും പോട്ടെ. ഓണായിട്ടില്ലേ, ഓഫായിട്ടില്ലേ? ശരി.